അല്ല, നിങ്ങൾക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാവും. നിങ്ങളിപ്പോൾ UDFന്റെ ഘടകകക്ഷിയായിരിക്കല്ലേ. ഇപ്പം മറ്റ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്ന പോലെ അല്ലല്ലോ മീഡിയ വൺ പ്രവർത്തിക്കുന്നത്. ഞാൻ പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ അവകാശമുണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാത്തതാണ്. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, അതിനു മുമ്പും പച്ചക്കള്ളം നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വൺ ചാനലും. നിങ്ങൾ RSSുമായി ചർച്ച നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു സംഘടനയാണ് നിങ്ങൾ. അതിനുശേഷം ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല എന്ന നാട്യം നിങ്ങൾ സ്വീകരിച്ചു. അവർ എന്തെങ്കിലും കാര്യം ഏറ്റുപിടിക്കണോ പിടിക്കണ്ടേ എന്ന് തീരുമാനിച്ചാൽ അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. അതിലൊന്നും ഞാൻ പ്രതികരിക്കാനുമില്ല. ഇന്നലെ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, പലതരം നാടകങ്ങൾ കാണും, തെരഞ്ഞെടുപ്പല്ലേ. അപ്പോൾ സാധാരണ ഒരു തെരഞ്ഞെടുപ്പിനെ പോലെ തന്നെയാണ് അവർ ഇതിനെയും കാണുന്നത്. അവർ ജനങ്ങളെയോ നാടിനെയോ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ വികസന കാര്യങ്ങളെ സംബന്ധിച്ച സംവാദത്തിനോ അല്ല തയ്യാറാവുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, പ്രതീതി ഉണ്ടാക്കുക, അങ്ങനെ നാടകങ്ങൾ സൃഷ്ടിക്കുക, അതൊക്കെയാണ്. അത് അവരുടെ ഒരു രാഷ്ട്രീയ പാപ്പരത്വം എന്നേ പറയാനാവും. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിലും സാധാരണ നിലയിലുള്ള പരിശോധനയുടെ ഭാഗമായി പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാരുടെ വാഹനങ്ങളൊന്നും പരിശോധിക്കേണ്ട എന്നൊരു നിയമമോ മറ്റോ പാസ്സാക്കുക മാത്രമേ മാർഗമുള്ളൂ. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കട്ടെ. അങ്ങനെ കോൺഗ്രസ്സുകാരുടെ വാഹനങ്ങളൊന്ന് ഒഴിവാക്കി കൊടുക്കട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. എനിക്കതിലൊന്നും പറയാനില്ല. അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ഒരു ജനാധിപത്യ കക്ഷി കൈകാര്യം ചെയ്യുന്നതെന്നത് സംബന്ധിച്ച് നമുക്ക് ഒരു പഠനം നടത്താൻ ഉപകരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതിലൊന്നും ഞങ്ങൾക്കൊരു അഭിപ്രായവുമില്ല. ഞങ്ങളതൊന്നും ഏറ്റുപിടിക്കാനും പോകുന്നില്ല. ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നവുമല്ല. മാധ്യമങ്ങളെ കാണുക പോലും ചെയ്യാത്ത ഒരവസ്ഥ ഉണ്ടായി ഈ ഒരു വിഷയത്തിന് ശേഷം. സാധാരണ അങ്ങനെ ഒരു വിവാദമാണെങ്കിൽ അദ്ദേഹമെങ്കിലും കാണുന്നുള്ളൂ, മാധ്യമങ്ങളെ കാണാത്ത ഒരവസ്ഥ പോലും ഉണ്ടായി. അതും എനിക്കറിയില്ല. നമുക്ക് അവരോട് ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അത് ഓരോരുത്തരുടെയും തെരഞ്ഞെടുപ്പും അധികാരവും ഒക്കെയാണ്. പക്ഷേ സാധാരണ നിലയിൽ മാധ്യമങ്ങളെ സദാസമയം കാണുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നവർ പൊടുന്നനെ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അതെന്തുകൊണ്ടാണ് എന്ന സംശയം വരുമെന്ന് മാത്രമേ ഉള്ളൂ. അതും എനിക്കതിൽ പ്രത്യേക അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹം ഉടനെ കാണണമെന്ന് ആവശ്യപ്പെടാൻ ഞാൻ തയ്യാറല്ല. ഞങ്ങളുടെ പ്രചരണം, ഞങ്ങളുടെ കാര്യങ്ങൾ, ഈ നാടിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുക, ജനങ്ങളുമായി സംവദിക്കുക, അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യപരമായി അർത്ഥപൂർണമാക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഈ ആരോപണങ്ങൾ, ദുരാരോപണങ്ങൾ, അതിന് മറുപടി പറയൽ, അങ്ങനെയൊക്കെ മുൻപോട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അന്തസത്തയാണ് ചോദ്യം ചെയ്യപ്പെടുക. അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ ഞങ്ങൾ തൽപരരല്ല എന്ന് മാത്രമേ പറയാൻ. സ്വാഭാവികമാണ്. എല്ലാ നേതാക്കന്മാരും വരട്ടെ. നിലമ്പൂരുകാർക്ക് പ്രിയങ്ക ഗാന്ധിയൊക്കെ കാണാൻ ഒരു അവസരം ഉണ്ടാവട്ടെ. എല്ലാവരും വരട്ടെ. എല്ലാവരും അവരവരുടെ രാഷ്ട്രീയം പറയട്ടെ. അതൊന്നും ഒരു മോശം കാര്യമല്ല. ജനാധിപത്യത്തിൽ നല്ല കാര്യമാണ്. പണ്ട് പണ്ഡിറ്റ് നെഹ്റു വന്നിട്ടുണ്ടല്ലോ, കേരളത്തിൽ വന്നിട്ടുണ്ട്. നെഹ്റു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വന്നിട്ടുണ്ട്. കോൺഗ്രസ് തോൽക്കുകയാണ് ചെയ്തത്. പക്ഷേ അതൊക്കെ നല്ല കാര്യമാണ്. എല്ലാ നേതാക്കന്മാരും വരികയും അവർക്ക് പറയാനുള്ള രാഷ്ട്രീയം ജനങ്ങളോട് പറയുകയും ചെയ്യുന്നതിന് നമുക്ക് സ്വാഗതം ചെയ്യാവുന്നതാണ്. അത്രയേ ഉള്ളൂ. സംസ്ഥാന സെക്രട്ടറി പഹൽഗാം വിഷയത്തിൽ നിലപാട് അറിയിക്കാത്ത സംഘടനയാണെന്നെങ്കിൽ ഒരു വ്യാജ പ്രചരണം നടത്തുന്നു. ഇതൊരു ഇല്ലാത്ത കാര്യം പറയുന്ന അർത്ഥത്തിൽ ഒരു ഇന്ത്യൻ മുസ്ലിം സംഘടനകളെ ഒരു പാകിസ്ഥാൻ അനുകൂലികളായി ചിത്രീകരിക്കുന്ന സംഘപരിവാർ ഭാഷത്തിൽ തുല്യമാണെന്ന് വിമർശനം ഉയരുന്നത് എങ്ങനെ കാണുന്ന സംഭവം? മാഷയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ ഈ ഇലക്ഷൻ തിരക്കുകളിലാണല്ലോ. പക്ഷേ ഒരു കാര്യം ആവർത്തിച്ചുറപ്പിച്ച് പറയാം. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒന്നും നമ്മളങ്ങനെ കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു പാർട്ടിയോ സ്വാധീനം ചെലുത്തുമെന്ന് കരുതപ്പെടുന്ന ഒരു പാർട്ടിയോ അല്ല. അതവിടെ നിൽക്കട്ടെ. മുസ്ലിം ലീഗ് സംബന്ധിച്ച്, മുസ്ലിം ലീഗ് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ അവരുടേതായ ഒരു സ്വാധീനം ഉള്ളതാണല്ലോ. നിയമസഭയിലൊക്കെ ഒരു സാന്നിധ്യമുള്ള, അവരുടേതായ സാന്നിധ്യവും സ്വാധീനവും ഉള്ളൊരു പാർട്ടിയാണ്. മുസ്ലിം ലീഗിനെതിരായി തന്നെ അവർ പാകിസ്ഥാൻ അനുകൂല സംഘടനയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനുമായി ചേർത്ത് വെച്ച് അവരെ വിമർശിക്കാൻ സംഘപരിവാരം ശ്രമിച്ചപ്പോൾ നിങ്ങളിൽ തന്നെ ചില ചാനലുകളിൽ നിന്നിട്ട് ഞാൻ പ്രതിരോധിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കോൺഗ്രസിന്റെ നേതാവ് നിശബ്ദനായി കേട്ടിരിക്കുകയാണ് ഇത്, ആസ്വദിക്കുന്ന പോലെ കേട്ടിരിക്കുകയാണ് ഇത്. ഞാൻ പ്രതീക്ഷിച്ചത് ആ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിരോധിക്കും, ഒന്നുമില്ലെങ്കിൽ അവരുടെ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണല്ലോ. മൗനം കൊണ്ട് പിന്തുണ കൊടുത്തപ്പോൾ, സംഘപരിവാർ വാദത്തിന് മൗനം കൊണ്ട് കോൺഗ്രസ് പിന്തുണ കൊടുത്തപ്പോൾ ശക്തമായി അതിനെ പ്രതിരോധിച്ച ഒരാളാണ് ഞാൻ. അത് നിങ്ങൾക്കിപ്പോഴും ആ ദൃശ്യശകലങ്ങൾ നവമാധ്യമങ്ങളിലും മറ്റും കാണാൻ സാധിക്കും. അതിനെ അനുകൂലിക്കുകയല്ല ഞാൻ. ഒന്നിലേറെ തവണ ദൃശ്യമാധ്യമങ്ങളിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയത്തോട് നമ്മൾ വിയോജിക്കും, പക്ഷേ മറ്റ് സംഘപരിവാർ പ്രചരണത്തെ നമ്മൾ എതിർക്കുകയും ചെയ്യും. അപ്പോൾ
ഏതെങ്കിലും സംഘടനകളെ അങ്ങനെ പാകിസ്ഥാൻ എന്ന നിലയിൽ ചിത്രീകരിക്കുന്ന ഒരു നീക്കവും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഗോവിന്ദൻ മാഷയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. മാഷും ഒരിക്കലും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പറയില്ല. അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാഷോട് തന്നെ ചോദിക്കാവുന്നതാണ്. മാത്രവുമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൽ നിൽക്കുന്ന വിഷയം അവർ മതരാഷ്ട്രവാദികളാണ് എന്നതാണ്. ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തിനെ ശക്തി പകരുന്ന നിലപാടല്ല അവർ സ്വീകരിക്കുന്നത്. അവർ മതരാഷ്ട്രവാദികളാണ്. RSS മതരാഷ്ട്രവാദമാണ് ഉയർത്തുന്നത്. അപ്പോൾ അതിനെ ആശയപരമായി എതിർക്കുകയും ചൂണ്ടിക്കാണിക്കുകയും അത്തരം ശക്തികളുമായി ജനാധിപത്യ ശക്തികൾ അടുക്കുന്നത് നമ്മുടെ സമൂഹത്തെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക എന്ന വിമർശനമാണ് നമ്മൾ ഉയർത്തിയിട്ടുള്ളത്. ആ വിമർശനം തന്നെയാണ് ഗോവിന്ദൻ മാഷും ഉയർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ് പ്രത്യേകമായി എന്തെങ്കിലും സന്ദർഭമോ സാഹചര്യമോ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. മാഷ് തന്നെ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ വിശദീകരിക്കുകയും ചെയ്യും. അതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഉചിതമായിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നലെ ഗോവിന്ദോഷ് വ്യക്തിയായിട്ട് പറഞ്ഞു പഹൽഗാം വിഷയത്തിൽ പ്രതികരിക്കാത്ത സംഘടന, പക്ഷേ RS പോലും ഈ ഒരു പഹൽഗാമിന് ശേഷം അങ്ങനെ ആരോപണം ആർക്കെതിരെ ഉന്നയിച്ചിട്ടില്ല. അല്ല, നിങ്ങൾക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാവും. നിങ്ങളിപ്പോൾ UDFന്റെ ഘടകകക്ഷിയായിരിക്കല്ലേ. ഇപ്പം മറ്റ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്ന പോലെ അല്ലല്ലോ മീഡിയ വൺ പ്രവർത്തിക്കുന്നത്. ഞാൻ പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ അവകാശമുണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാത്തതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് UDFന്റെ ഒരു ഔദ്യോഗിക ചാനലായിട്ട് നിങ്ങളിപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു വിപ്രതിപത്തിയില്ല. നിങ്ങൾ ധീരമായി മുൻപോട്ട് പോവുക. UDFന് അതുവഴി ഒരു കരുത്ത് കിട്ടുമെങ്കിൽ അത് നല്ല കാര്യമാണ്. സമൂഹത്തിലിപ്പോൾ കൊള്ളാവുന്നവരും അവരെ പിന്തുണയ്ക്കുന്നില്ല. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൊടുത്തതിന് ശേഷം ചാനലും അവരുടെ ഒരു പ്രചാരണം ഏറ്റെടുത്തു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പ്രചാരണം ഏറ്റെടുത്ത് പോയിക്കോളൂ. നിങ്ങളോട് വിപ്രതിപത്തിയില്ല, ഒരു അനിഷ്ടവും ഇല്ല. പക്ഷേ ആ പ്രചരണത്തിന് നമ്മളെ കൂട്ടുപിടിക്കാൻ നോക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അതിനില്ല. അല്ല, 2019 മുമ്പല്ല, ഏത് കാലത്തും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾ നല്ല വ്യാജ പ്രചരണം നടത്തിയിട്ടുണ്ട്. പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക ജമാഅത്തെ ഇസ്ലാമി. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, അതിനു മുമ്പും പച്ചക്കള്ളം നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വൺ ചാനലും. 2009 മുമ്പ് വരെ ഇല്ല അത് നിങ്ങളുടെ ഒരു പച്ചക്കള്ളത്തിന് അനുപൂരകമായി ചേർക്കുന്ന ഒരു വ്യാഖ്യാനമാണ്. അതിനു മുമ്പ് വരെ നിങ്ങൾ ചെയ്തിരുന്നത് ഓരോ സ്ഥാനാർത്ഥിയെ നോക്കി പിന്തുണ കൊടുക്കലായിരുന്നു. പഴയതൊന്നും മറക്കണ്ട. പറഞ്ഞോട്ടെ. അല്ലല്ല, പിന്നെ നിങ്ങൾ ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയെ നോക്കി പിന്തുണ കൊടുക്കുമായിരുന്നു. അതിൽ UDFും LDFും ഒക്കെ വന്നിട്ടുണ്ട്. ആ നിലപാടായിരുന്നു നിങ്ങളുടെ. നിങ്ങൾക്കൊരു രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ലെന്നേ. നിങ്ങൾ അരാഷ്ട്രീയവാദത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുന്നൊക്കെയുള്ള മേനി നടിച്ച് അങ്ങനെയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതിലൊന്നും എനിക്ക് വിരോധമില്ല. നിങ്ങൾ RSSുമായി ചർച്ച നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു സംഘടനയാണ് നിങ്ങൾ. അതിനുശേഷം ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല എന്ന നാട്യം നിങ്ങൾ സ്വീകരിച്ചു. നിങ്ങൾ ഓരോരുത്തർക്കും പിന്തുണ കൊടുക്കുകയാണെന്ന് പറഞ്ഞു. നിങ്ങളങ്ങനെ പല നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പണ്ട് സർക്കാർ ജോലി സ്വീകരിക്കില്ലായിരുന്നു, അറിയാമോ? സർക്കാർ ജോലി സ്വീകരിക്കില്ലായിരുന്നു. എന്താ കാരണം എന്നൊന്ന് അന്വേഷിച്ച് നോക്ക്. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കത്തില്ലായിരുന്നു. അപ്പം സാവധാനത്തിലാണെങ്കിലും സർക്കാർ ജോലി സ്വീകരിക്കാമെന്നും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാമെന്നും അത് UDFനെ പിന്തുണയ്ക്കണമെന്നും നിങ്ങൾ തീരുമാനിച്ചാൽ അത് നല്ല കാര്യം, നടക്കട്ടെ. എനിക്കതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ അത് സാധൂകരിക്കാൻ പച്ചക്കള്ളം ഇങ്ങനെ പ്രചരിപ്പിക്കാൻ ഒരു മടിയും കാണിക്കാത്തവരാണ് നിങ്ങളെന്നും നിങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇതിനു മുമ്പും തെളിയിച്ചിട്ടുണ്ട്, ഇപ്പോഴും തെളിയിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങൾക്കതിലൊന്നും ഒരു വേവലാതിയില്ല. ഞങ്ങൾക്ക് നിങ്ങളോട് ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു വിപ്രതിപത്തിയില്ല. നിങ്ങളത് തുടർന്നേ പോവുക. അതുകൊണ്ട് പക്ഷെ ആ ഒരു അജണ്ടയിലേക്ക് ഞങ്ങളെ വലിച്ചിടാൻ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ തൽക്കാലം അതിനൊന്നും വരുന്നില്ല. അത്രയേ ഉള്ളൂ. പശ്ചിമേഷ്യൻ ഇഷ്യൂ ഒരുപക്ഷെ ഒരു കേരളത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നത് അപൂർവമായിരിക്കാം, മുമ്പ് ഉണ്ടായിട്ടില്ല. യുദ്ധത്തിനെതിരെ ഏറ്റവും അധികം ശബ്ദമുയർത്തിയ വ്യക്തി കൂടിയാണ് താങ്കൾ ഉയർത്തിയ രാഷ്ട്രീയം ഈ ഒരു ഘട്ടത്തിൽ പ്രസക്തമാണെന്ന് കരുതുന്നു. ഏത് ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവമല്ലല്ലോ എനിക്കുള്ളത്. ഓരോ സാഹചര്യം വരുമ്പോഴും അവരവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്ന ആളല്ല ഞാൻ. യുദ്ധത്തിനെതിരായ നിലപാടെന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യപക്ഷ നിലപാടാണ്. എല്ലാ കാലത്തും ലോകമെമ്പാടുമുള്ള ഇടതുപക്ഷക്കാർ സ്വീകരിച്ചിട്ടുള്ളതും അതാണ്. രണ്ടാം ലോക യുദ്ധാനന്തരം ഒരു പ്രസ്ഥാനം രൂപം കൊണ്ടു. അതിൻ്റെ പേര് WPC എന്നാണ്, വേൾഡ് പീസ് കൗൺസിൽ. അതിന് നേതൃത്വം കൊടുത്തത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. വേൾഡ് പീസ് കൗൺസിൽ മുൻപോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം സാർവത്രിക നിരായുധീകരണം എന്ന മുദ്രാവാക്യമായിരുന്നു. എല്ലാ രാജ്യങ്ങളും ആയുധങ്ങൾ ഉപേക്ഷിക്കണം, അതിർത്തികളെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾ ഇല്ലാതാവണം,
എന്ത് പ്രശ്നങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കണം. മനുഷ്യരെ കൊന്നൊടുക്കാൻ പാടില്ല. അതൊരു അടിസ്ഥാന കാഴ്ചപ്പാടാണ്.